രൗദ്രം. രചന കാശിനാഥൻ. അവതരണം മിത്രവിന്ദ. വീഡിയോ കോൾ ചെയ്യണ്ട, ഞാനിതെടുക്കില്ല. അതെന്താ? എനിക്ക് നിങ്ങളെ കാണാൻ താല്പര്യമില്ല. ദക്ഷ, പറയുന്ന കേൾക്ക്. വന്നേടി. ഇല്ല. നീ അനുസരിക്കില്ലേ ദക്ഷ? ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഡി, ഞാൻ വിളിക്കാൻ പോവാ, നീ കോൾ എടുത്തോണം. ഇല്ല ഇല്ല ഇല്ല. രുദ്രേട്ടൻ എത്ര പറഞ്ഞാലും ശരി, ഞാൻ കോൾ എടുക്കില്ല. എനിക്ക് സൗകര്യമില്ല താനും. ആയിക്കോട്ടെ, പറയുന്നത് അനുസരിക്കാൻ വയ്യെങ്കിൽ ഓക്കെ, നിൻ്റെ ഇഷ്ടം. ആ, അത്ര തന്നെ. പിന്നെ കുറച്ച് മുന്നേ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുക. നാളെ എന്നൊരു ദിവസമുണ്ടെങ്കിൽ ദക്ഷ ഈ വീട്ടിൽ നിന്ന് പോകും. ഇനിയൊരു മടങ്ങി വരവില്ല. നീ പോവുകയാണെന്നറിഞ്ഞാൽ നിൻ്റെ ലക്ഷ്മി അമ്മയ്ക്ക് ബോധക്കേടുണ്ടാകും. അല്ലാണ്ട് വേറെ ആർക്കും ഇവിടെ യാതൊരു ചുക്കുമില്ല. രുദ്രൻ പറഞ്ഞു. പരിഹസിക്കണ്ട. ആ അമ്മയെ ഓർത്ത് ഇത്രയും പിടിച്ചു നിന്നത്. ഇനി പറ്റില്ല. എനിക്കും അഭിമാനമുണ്ട്. പിന്നെ രുദ്രേട്ടൻ തന്ന പണം, അത് അലമാരയിൽ വെച്ചിട്ടുണ്ട്. ഞാനിനി അതടിച്ചോണ്ട് പോയെന്ന് കരുതല്ലേ. നീ പൊയ്ക്കോടി. അതിന് ഞാൻ നിന്നെ പിടിച്ചു വെച്ചിട്ടൊന്നും ഇല്ലല്ലോ. രാവിലെയോ വൈകുന്നേരമോ എപ്പോൾ സൗകര്യം വെക്കുന്നോ അപ്പോൾ പൊയ്ക്കോണം. പോകും. ഇനി നിങ്ങളുടെ വീട്ടിൽ ഒരു വേലക്കാരിയെ പോലെ തുടരാൻ ദക്ഷ ഒരുക്കമല്ല. ഓക്കെ, ആയിക്കോട്ടെ. അതാണ് എനിക്കും നല്ലത്. സ്വസ്ഥത കിട്ടുമല്ലോ. പറഞ്ഞുകൊണ്ടവൻ ഫോൺ വെച്ചു. കുറച്ച് സമയം ആ ഫോണിൽ നോക്കി ദക്ഷയിരുന്നു. എന്നിട്ട് കിടക്കയിലേക്ക് കിടന്നു. എൻ്റെ ടാബ്ലറ്റ് വെച്ചിരിക്കുന്ന ബോക്സിൻ്റെ ഒരു ഫോട്ടോ എടുത്തയക്ക്. അതിലൊരു ടാബ് ഞാൻ എടുക്കാതെ വന്നത്. വീഡിയോ കോൾ ചെയ്യാൻ പറഞ്ഞത് അതിനാണ്, അല്ലാണ്ട് നിൻ്റെ മുഖം കാണാനല്ല. രുദ്രൻ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു. പെട്ടെന്ന് ദക്ഷ അവനെ തിരിച്ചു വിളിച്ചു. അവൻ്റെ മെഡിസിൻ്റെ കാര്യമാണല്ലോ എന്ന് കേട്ടപ്പോൾ പെണ്ണിന് ടെൻഷനായി. ഡി. രുദ്രൻ വിളിച്ചപ്പോൾ ദക്ഷ അവനെ നോക്കി. കരഞ്ഞതുകൊണ്ട് പെണ്ണിൻ്റെ കണ്ണും മുഖവുമൊക്കെ വല്ലാണ്ടിരിക്കുന്നു. നാളെ എപ്പോഴാണ് പോകുന്നേ? രാജേട്ടനോട് ഞാൻ പറയണോ? ആളങ്ങോട്ടാക്കും. സഹായമൊന്നും വേണ്ട, എനിക്ക് ഒറ്റയ്ക്ക് പോകാനറിയാം. രുദ്രനെ നോക്കി അവൻ നെറ്റി ചുളിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, ആയിക്കോട്ടെ. അതെ, ഒരു സംശയമുണ്ട്. രുദ്രൻ പറഞ്ഞതും ദക്ഷ വീണ്ടും അവനെ നോക്കി. എന്തേ വൈകുന്നേരം ആക്കിയത്? കാലത്തെ സ്കൂളിൽ പോയിട്ട് അതുവഴി വീട്ടിലേക്ക് പോയാൽ പോരെ? ഇവിടെ വന്നിട്ടേ പോകുന്നുള്ളൂ. കുറച്ച് കാരണങ്ങളുണ്ടെന്ന് കൂട്ടിക്കോ. എന്ത് കാരണം? രുദ്രൻ പിന്നെയും ചോദിച്ചു. പക്ഷേ ദക്ഷ മറുപടി പറഞ്ഞില്ല. ഗുളിക ഏതാണെന്ന് നോക്ക്, എനിക്ക് കിടക്കണം. ദക്ഷ ഫോണിൻ്റെ ക്യാമറ അവിടേക്ക് തിരിച്ചു. ഗുളികയൊന്നും വേണ്ട. നീ കോൾ അറ്റൻഡ് ചെയ്യില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നമ്പർ ഇട്ടതാ. അവൻ പറഞ്ഞതും ദക്ഷയ്ക്ക് വല്ലാത്ത ദേഷ്യം വന്നു. അവൾ അവനെ കലിപ്പിൽ നോക്കി. ആളെ കളിയാക്കിയതാണോ? അതെ. എന്തേ? ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കൊണ്ടുപോയി കേസ് കൊടുക്കടി. പറയുകയും രുദ്രൻ്റെ കോൾ കട്ടായി. എൻ്റെ ഗുരുവായൂരപ്പാ, ഈ കൈകൊണ്ട് അങ്ങേരെ തീർക്കും ഞാൻ. യാതൊരു മാറ്റവുമില്ല. അവൾ വീണ്ടും കിടക്കയിലേക്ക് കയറി കിടന്നു. പിറ്റേ ദിവസം രാവിലെ ദക്ഷ കുളിയൊക്കെ കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങിച്ചെന്നു. ലക്ഷ്മിയമ്മയും സുനന്ദച്ചെറിയമ്മയും അടുക്കളയിലുണ്ട്. താൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന കാര്യം ഇപ്പോഴാരോടും പറയേണ്ടെന്ന് അവൾ തീരുമാനിച്ചു. വൈകുന്നേരം വന്നിട്ട് നേരെ പോകുന്നതേ ഉള്ളൂ. ലക്ഷ്മിയമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് അതിൽ നിന്നും തന്നെ പിന്തിരിപ്പിക്കും. അതൊഴിവാക്കുവാനാണ് ദക്ഷ ഇപ്പം ആരോടും ഒന്നും പറയാതിരുന്നത്. മോളെ, കാലത്തെ കുളിയൊക്കെ കഴിഞ്ഞുല്ലേ? സുനന്ദച്ചെറിയമ്മ സ്നേഹത്തോടെ അവളുടെ അടുത്തേക്ക് വന്നു. അവൾ വെറുതെ ചിരിച്ചുകൊണ്ട് നിന്നതേ ഉള്ളൂ. ഇന്നലെ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുണ്ടായിരുന്നോ? ഞാനാണെങ്കിൽ ചോദിക്കാനും വിട്ടുപോയി. ഏയ്, അങ്ങനൊന്നുമില്ല ചെറിയമ്മേ. ചെറിയച്ഛൻ എഴുന്നേറ്റോ? ഇല്ലെന്നേ, ഏറെ നാളുകൾക്ക് ശേഷം വീട് മാറി കിടക്കുന്നതല്ലേ, ഉറക്കം വരുന്നില്ലായിരുന്നു. ആ, ഈ സ്വഭാവം നമ്മുടെ കുടുംബത്തിൽ എല്ലാവർക്കും ഉണ്ട്. രുദ്രനാണെങ്കിൽ ഇതിൻ്റെ അപ്പുറം. വേറെ എവിടെയും പോയാൽ പരമാവധി കിടക്കാറില്ല. ഇതിപ്പോൾ ഹൈദരാബാദ് ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ എന്തായാലും 2 ദിവസം എടുക്കും. എൻ്റെ മോൻ ക്ഷീണിച്ചൊരു പരുവമാകും. ലക്ഷ്മിയുടെ വാക്കുകളിൽ മകനോടുള്ള സ്നേഹവും വാത്സല്യവും നിറഞ്ഞു. അന്നും കാലത്തെ കൃത്യസമയത്ത് തന്നെ രാജേട്ടൻ എത്തി. അദ്ദേഹമാണ് ദക്ഷയെ സ്കൂളിലേക്കാക്കിയത്. അന്ന് സ്കൂളിലും ദക്ഷ അത്യാവശ്യം തിരക്കിലായിരുന്നു. ഓണപരീക്ഷ വരുന്നു. അതുപോലെ തന്നെ ഓണം സെലിബ്രേഷനുണ്ട് സ്കൂളിൽ. പിന്നെ ശനിയാഴ്ച ടീച്ചേഴ്സിന് എല്ലാവർക്കും
ഒരുപോലെയുള്ള ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഇന്ന് വീണ്ടും ചർച്ച. ദക്ഷയാണെങ്കിൽ അമ്മയോടൊപ്പം അന്ന് ഷോപ്പിങ്ങിന് ചെല്ലാമെന്ന് വാക്ക് പറഞ്ഞതാണ്. ഇനി അതൊന്നും നോക്കുന്നില്ല. തനിക്ക് മതിയായി എല്ലാം കൊണ്ടും. എന്തിനാ വെറുതെ ഇങ്ങനെ അവരുടെയൊക്കെ ആട്ടും തുപ്പും കേൾക്കുന്നത്? രാധവല്യമ്മ വല്ലാത്തൊരു സ്ത്രീയെ. എന്തൊക്കെയാണ് എന്നെ പറയുന്നത്? എല്ലാം കേട്ട് ക്ഷമിച്ചു നിൽക്കുകയാണ്. ഇനിയത് പറ്റില്ല. ടീച്ചർ. ആരാധ്യ വിളിച്ചതും ദക്ഷ ഞെട്ടി മുഖമുയർത്തി. എന്താ മോളെ? എൻ്റെ പേപ്പർ കിട്ടിയില്ല. ഓ, ടീച്ചർ നോക്കട്ടെ കേട്ടോ. ദക്ഷ മേശ തുറന്നിട്ട് കഴിഞ്ഞ ദിവസത്തെ പരീക്ഷ പേപ്പറൊക്കെ ചെക്ക് ചെയ്ത് നോക്കി. ഇതാ മോളുടെ പേപ്പർ. പനിയൊക്കെ കുറഞ്ഞോ മോളെ? കുറവുണ്ട്. ദക്ഷയുടെ ക്ലാസ്സിലെ കുട്ടിയാണ്. പനി ആയതിനാൽ ഒരാഴ്ചയായിട്ട് അവധിയായിരുന്നു. ദക്ഷ കഴിഞ്ഞ ആഴ്ച പരീക്ഷ ഇട്ടിരുന്നു. ആ പരീക്ഷയുടെ പേപ്പർ വാങ്ങിക്കുവാൻ വന്നതാണ് ആരാധ്യ. അപ്പോഴാണ് ദക്ഷയുടെ ഫോൺ റിങ് ചെയ്തത്. അമ്മയായിരുന്നു. അതുകൊണ്ട് അവൾ വേഗം എടുത്തു. അവരോട് ഇത്തിരി നേരം സംസാരിച്ചു. പിന്നീട് ഉച്ചയ്ക്ക് ശേഷം എല്ലാ പീരീഡും ദക്ഷയ്ക്കുണ്ടായിരുന്നു. അവൾ ആകെ തിരക്കിലും. അമ്മയോട് മനഃപൂർവ്വം അവൾ വൈകുന്നേരം വീട്ടിലേക്ക് വരുന്ന കാര്യം പറഞ്ഞില്ല. അമ്മയുടെ മറുപടി എങ്ങനെയാണെന്ന് അറിയില്ല. അതുകൊണ്ടാണ് പറയാതിരുന്നത്. ഈ സമയത്ത് ലക്ഷ്മിയും സുനന്ദയും കൂടി ദക്ഷയെക്കുറിച്ച് സംസാരിക്കുവാണ്. എന്തൊരു പാവം കുട്ടിയാ. എന്നിട്ട് രുദ്രൻ എന്താ അവളോടൊരു സ്നേഹമില്ലാത്തത്? എനിക്കറിയില്ല സുനന്ദേ. അവൻ ഈ കുട്ടിയോട് ഇന്നേ വരെ ഒന്ന് സംസാരിച്ചിട്ട് പോലുമില്ല. എനിക്ക് വിശ്വസിക്കാൻ പോലും ആവുന്നില്ല. സത്യം, അവളൊരു പക്ഷേ ഈ വീട്ടിൽ പിടിച്ചു നിൽക്കുന്നത് എന്നെ ഓർത്താവും. ഓരോ തവണയും അവൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണെന്ന് പറയുമ്പോൾ ഞാനാണ് അവളുടെ മുമ്പിൽ തടസ്സമായി നിൽക്കുന്നത്. വിട്ടുപോകരുതെന്ന് പറഞ്ഞ് ഞാൻ നിൽക്കുന്നതുകൊണ്ട് അവളെല്ലാം സഹിച്ചും കണ്ടില്ലെന്ന് നടിച്ചും ഇവിടെ തുടരുന്നത്. ഇനി അങ്ങനെ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഷാജിയേട്ടനെ കൊണ്ട് ഞാൻ രുദ്രനോട് സംസാരിപ്പിക്കാം. വേണ്ട, ഇതൊന്നും നമ്മൾ തമ്മിൽ പറഞ്ഞുവെന്ന് അവൻ അറിയരുത്. ലക്ഷ്മി പെട്ടെന്ന് സുനന്ദയെ വിലക്കി. മറ്റൊന്നും വേണ്ട. രാധേടത്തിയുടെ നാവ് അടങ്ങിയിരുന്നാൽ മാത്രം മതി. ഏട്ടത്തെയും കൂടി വായിൽ വരുന്നതൊക്കെ പറയുമ്പോൾ ആ കുട്ടിക്ക് സഹിക്കാൻ പറ്റുമെന്ന് ഞാൻ പല പ്രാവശ്യം ഓർത്തു. എത്ര തവണ ചേച്ചിയോട് പറഞ്ഞു ഇങ്ങനെയൊന്നും സംസാരിക്കരുതെന്ന്. അവരെന്തോ വ്യക്തിവൈരാഗ്യം തീർക്കും പോലെയാണ് ദക്ഷയെ കാണുമ്പോൾ പെരുമാറുന്നത്. അതെ, ഏടത്തിക്ക് അവരുടെ വീട്ടിലിരുന്നാൽ പോരെ. ഇതെന്തിനാ എപ്പോഴും ഇങ്ങനെ വരുന്നത്? ആവോ, എനിക്കറിയില്ല. രാമേട്ടൻ എന്തൊരു പാവമാണ്. ഈ സ്ത്രീ ഒരു രക്ഷയില്ല. സത്യം. രണ്ടാളും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ മുറ്റത്തൊരു വണ്ടി വന്നു. ആരാ എടുത്തി? അറിയില്ല, നോക്കട്ടെ. ലക്ഷ്മി വാതിൽക്കലേക്ക് നടന്നു. പിന്നാലെ സുനന്ദയും. കൃത്യം വൈകുന്നേരം തന്നെ രാജേട്ടൻ എത്തി. ദക്ഷ ഗേറ്റിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ രാജേട്ടൻ്റെ വണ്ടി കിടക്കുന്ന കണ്ടു. ഒരു ചെറിയ പുഞ്ചിരിയോടെ അവൾ വണ്ടിയിലേക്ക് കയറി. എങ്ങോട്ട് മഴ പെയ്തോ മോളെ? ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞു. അത്ര കാര്യമായിട്ട് പെയ്തില്ല. അവിടെയോ? അത്യാവശ്യം പെയ്തു. ഞാൻ വണ്ടി എടുത്ത് പോന്നപ്പോൾ നല്ല മഴയായിരുന്നു. എന്നാൽ ഇവിടെ പെയ്തില്ല. ഉച്ച കഴിഞ്ഞ് നല്ല കോളുണ്ടായിരുന്നു. രാജേട്ടൻ ഒരു സാധു മനുഷ്യനാണ്. ദക്ഷയ്ക്ക് അയാളെ ഒരുപാട് ഇഷ്ടവുമാണ്. വീട് അടുക്കും തോറും മഴയുടെ ശക്തി കൂടി വരുന്നതായി ദക്ഷ അറിയുന്നുണ്ട്. ഇങ്ങോട്ട് അത്യാവശ്യം പെയ്യുന്നുണ്ടല്ലോ രാജേട്ടാ. അവൾ പുറത്തേക്ക് നോക്കി പറഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞത് മോളെ. കണ്ടില്ലേ, ഇവിടെയൊക്കെ വെള്ളമായി. മഴ പെയ്യുന്ന കണ്ടപ്പോൾ ഇത്തിരി സങ്കടവും വന്നു. എങ്ങനെയാണ് തൻ്റെ വീട്ടിലേക്ക് പോകുന്നത്? അതാണ് അവളുടെ ദുഃഖം. എല്ലാ ദിവസവും ഉമ്മറത്തിരിക്കുന്ന ലക്ഷ്മിയമ്മ അന്ന് മഴ കാരണം അകത്തെ മുറിയിലായിരുന്നു. വണ്ടി വരുന്നത് കണ്ടുകൊണ്ടാവണം അവർ പെട്ടെന്ന് വന്ന് വാതിൽ തുറന്നു. നല്ല മഴ അല്ലേ അമ്മേ? അവൾ കാറിൽ നിന്നും ഇറങ്ങി ഓടി വന്നു. അതേ മോളെ, നല്ല മഴയാണ്. എന്ത് ചെയ്യാനല്ലേ? അമ്മമ്മയും ചെറിയമ്മയൊക്കെ ഇവിടെ. അമ്മമ്മ കിടക്കുവാ. ചെറിയമ്മ അവരുടെ കുട്ടിയെ ഫോൺ വിളിക്കുന്നു. ഞാൻ ഈ വേഷമൊക്കെ മാറ്റിയിട്ട് വരാം. ചായ കുടിച്ചിട്ട് പോകാം മോളെ. വേണ്ടെന്നേ, ഞാൻ കുളിച്ചിട്ട് പെട്ടെന്ന് വരാം. അവൾ മുറിയിലേക്ക് വേഗം പോയി. റൂം തുറന്ന് അകത്തേക്ക് കയറി. എൻ്റെ ഗുരുവായൂരപ്പ, ഈ നശിച്ച മഴ. ഞാൻ എങ്ങനെ എൻ്റെ വീട്ടിൽ പോകും?
ആ തള്ള ഇനിയിപ്പോൾ കെട്ടിയെടുത്തു വരും. ഉറക്കെ പറഞ്ഞുകൊണ്ട് ദക്ഷ കസേരയിലിരുന്നു. എന്തെങ്കിലും അവധി എടുത്തു പറഞ്ഞാൽ മതിയായിരുന്നു. ആ ബോധം പോലും എനിക്ക് തോന്നിയില്ല. കഷ്ടം. ഇനി നാളെ ആവുമ്പോൾ ആ കാലമാടം വരും. ഞാൻ എന്തു ചെയ്യും? അയാളുടെ വീതം കൂതി കേൾക്കണം. സ്വയം ഇരുന്ന് ഉറക്കെ പറയുകയാണ് ദക്ഷ. ഇന്ന് പൊയ്ക്കോണോന്ന് അങ്ങേരും പറഞ്ഞതാ. അയാളുടെ മുന്നിൽ നാണം കെടും. ഹോ, ഇങ്ങനൊരു വിധിയാണല്ലോ തനിക്ക് വന്നത്. എഴുന്നേറ്റ് ചെന്ന് ജനാല തുറന്നു. പുറത്തതിശക്തമായ മഴ. എന്നെ തോൽപ്പിക്കാനാണെങ്കിലേ ഞാനും രണ്ടിലൊന്ന് തീരുമാനിച്ചു കേട്ടോ. ആ, അങ്ങനെ വിട്ടാലും പറ്റില്ല. ദക്ഷ തൻ്റെ ബുക്കും കുറച്ച് പുസ്തകങ്ങളുമൊക്കെ മേശമേലിരുന്നതെടുത്ത് അടുക്കി ബാഗിലേക്ക് വെച്ചു. 2 ജോഡി ഡ്രസ്സ് എടുത്ത്. അവളുടെ സ്വന്തമായിട്ട് അതേ ഉള്ളൂ. അതും കൂടി എടുത്തു വെച്ചു. രുദ്രനെ ഏൽപ്പിച്ചിട്ട് പോയി കാശെടുത്ത് അലമാരയിൽ വെച്ചു. കണ്ണാടിയുടെ മുന്നിൽ നിന്നപ്പോൾ തൻ്റെ മാറിലെ താലിമാലയിലേക്ക് കണ്ണുകൾ ഉടർക്കി. അല്പം പതർച്ചയോടെ അവൾ ഒരു നിമിഷം നിന്നു. അതിനുശേഷം കുടയും ബാഗും കയ്യിലെടുത്ത് ബാഗും തോളത്തിട്ട് അവൾ ഡോറിൻ്റെ അടുത്തേക്ക് വന്നു. ഹലോ മാഡം. പിന്നിൽ നിന്നും ഒരു ശബ്ദം കേട്ടതും ദക്ഷ തിരിഞ്ഞു നോക്കി. രുദ്രൻ അവളുടെ അടുത്തേക്ക് നടന്നു വരുന്നത് കണ്ട് പെണ്ണ് സ്തംഭിച്ചു പോയി. ഇതും കൂടി ഇവിടെ വെച്ചിട്ട് പോയിക്കോളൂ. അതല്ലേ അതിൻ്റെ ഒരു ശരി. രുദ്രൻ അവളുടെ താലിമാല അവൻ്റെ കയ്യിലേക്ക് എടുത്തുകൊണ്ട് ദക്ഷയെ നോക്കി. തുടരും. ഈ കഥ ഇങ്ങനെ പോട്ടെ. ഇവർ തമ്മിൽ സെറ്റായാലേ പിന്നെ കഥ തീർന്നു. അതാണ്. വായിച്ചിഷ്ടമായെങ്കിൽ ഫുൾ സപ്പോർട്ട് ചെയ്യണേ.